രഞ്ജിത്തെ ഇറക്കിവിടുന്നതിന് മുമ്പ് ഇറങ്ങിപ്പോകുന്നതല്ലേ നല്ലത്. മലയാള സിനിമയുടെ റഫറൻസ് പുസ്തകമെന്നും അതുല്യ പ്രതിഭകളെന്നും ഒക്കെ വാഴ്ത്തിപ്പാടിയിട്ടുള്ള പല സംവിധായകരും തിരക്കഥാകൃത്തുക്കളും അഭിനേതാക്കളും ഒടുക്കം മദ്യത്തിനും മദിരാക്ഷയ്ക്കും അടിമപ്പെട്ട് ഒരു പടം പോലും ഇല്ലാതെ വെറും ചാവാലിപ്പട്ടിയുടെ വില പോലും പ്രേക്ഷകരും നാട്ടുകാരും എന്തിന് സ്വന്തം വീട്ടുകാർ പോലും കൽപ്പിക്കാതെ നാണം കെട്ട് ഈ ലോകത്തു നിന്നും കടന്നു പോകുന്നത് നാം എത്രയോ തവണ കണ്ടതാണ്. കെ ജി ജോർജ്, IV ശശി, ലോഹിതദാസ്, ഭരത് മുരളി, ഭരത് ഗോപി, കൊട്ടാരക്കര ശ്രീധരൻ നായർ, കലാഭവൻ മണി, അങ്ങനെ എത്രയെത്ര പേർ. മദ്യവും പെണ്ണുമാണ് ഇവരിൽ പലരെയും ഇല്ലാതാക്കിയത്. അതുപോലെ മലയാള സിനിമയിൽ ശ്രദ്ധേയമായ മാടമ്പി കഥാപാത്രങ്ങളെ തൻ്റെ ഭാവന കൊണ്ടും തൂലിക കൊണ്ടും സൃഷ്ടിച്ച് തിരക്കഥാകൃത്തുക്കളുടെയും സംവിധായകരുടെയും ഇടയിൽ ഒരു മാടമ്പിയുടെ ധാർഷ്ട്യത്തോടെ ജീവിച്ച, ഞാൻ മുൻപ് സൂചിപ്പിച്ചതുപോലെ ഇപ്പോൾ ഒരു പട്ടിയുടെ വില പോലും ഇല്ലാതെ തൻ്റെ 59-ാം വയസ്സിൽ ആളുകൾ കോവിയോടിക്കുന്ന അവസ്ഥയിലെത്തിയ ഒരു സിനിമാ പ്രവർത്തകനുണ്ട് ഇവിടെ. നിങ്ങൾക്ക് ഒരുപക്ഷെ ആളെ മനസ്സിലായി കാണും. അത് തന്നെ ചെയർമാനും ഫെസ്റ്റിവൽ ഡയറക്ടറുമായ ശ്രീ രഞ്ജിത്തിനെ ആദരപൂർവ്വം ക്ഷണിക്കുന്നു. രഞ്ജിത്ത് ബാലകൃഷ്ണൻ എന്ന ബാലുശ്ശേരിക്കാരൻ രഞ്ജിത്ത് ആള് നിലവിൽ സംസ്ഥാന ചലച്ചിത്ര അക്കാദമിയുടെ ചെയർമാനാണ്. ഒരു 27 കൊല്ലം, അതായത് 1987 മുതൽ 2014 വരെ അദ്ദേഹം തിരക്കഥാകൃത്ത്, സംവിധായകൻ, അഭിനേതാവ് എന്നൊക്കെയുള്ള നിലകളിൽ വളരെ ശ്രദ്ധേയമായ സംഭാവനകൾ മലയാള സിനിമയ്ക്ക് നൽകി. ദേവാസുരം, ആറാം തമ്പുരാൻ, നരസിംഹം, രാവണപ്രഭു തുടങ്ങിയ ചിത്രങ്ങളിൽ അദ്ദേഹം സൃഷ്ടിച്ച മാടമ്പി കഥാപാത്രങ്ങൾ പ്രേക്ഷക ശ്രദ്ധ ആകർഷിച്ചു. എങ്കിലും VK ജോസഫ്, GP രാമചന്ദ്രൻ, പൂക്കാസായിലെ ചില ചിഹ്നപ്പുലികളൊക്കെ മലയാള സിനിമയിലെ മാടമ്പി ബൂർഷ്വാവൽക്കരണത്തിനെതിരെ, രഞ്ജിത്തിനെതിരെ കടുത്ത ഭാഷയിൽ ദേശാഭിമാനിയിലടക്കം എഴുതിത്തള്ളി. പിന്നീട് നടന്ന സംഭവങ്ങൾ കണ്ട് മേൽപ്പറഞ്ഞ സഹാക്കളുടെ അടക്കം കണ്ണു തള്ളിപ്പോയി. കഴിഞ്ഞ 2021 നിയമസഭാ തെരഞ്ഞെടുപ്പിൽ രഞ്ജിത്തിന് കോഴിക്കോട്ട് സീറ്റ് നൽകി മത്സരിപ്പിക്കുവാൻ ഇടതുപക്ഷം ഒരു നീക്കം നടത്തി. ഇദ്ദേഹത്തിന് നാട്ടിൽ ഒരു ഇമേജുമില്ല, നിർത്തിയാൽ കെട്ടിവെച്ച കാശ് പോലും കിട്ടില്ല എന്ന് എതിർത്തത് കോഴിക്കോട് CPM ജില്ലാ കമ്മിറ്റിയായിരുന്നു. പിന്നീട് സംസ്ഥാന കമ്മിറ്റി അത് ശരിവെച്ചു. 2014 മുതൽ കാര്യമായ സിനിമകളൊന്നുമില്ലാതെ വെള്ളമടിയും പിണറായി സ്തുതികളുമായി നടന്ന രഞ്ജിത്തിന്റെ മനസ്സിൽ ഒരു പദവി എന്ന മോഹം കൊടുത്തത് ഇടതുപക്ഷമായിരുന്നു. അതുകൊണ്ടാണ് അടിച്ചു കൂമ്പുവാടിയിരുന്ന രഞ്ജിത്തിനെ ചലച്ചിത്ര അക്കാദമിയുടെ ചെയർമാൻ സ്ഥാനത്ത് അവരോധിച്ചത്. രഞ്ജിത്തിന്റെ മാടമ്പി കഥാപാത്രങ്ങളും വിജയേട്ട എന്ന സ്നേഹസ്ഫുടമായ വിളിയും പിണറായി വിജയനെ വളരെയേറെ സുഖിപ്പിച്ചിരുന്നു എന്ന് വേണം പറയുവാൻ. രഞ്ജിത്തിന് സ്വബോധമുണ്ടായിരുന്ന നല്ല സമയത്ത് സൃഷ്ടിച്ച മാടമ്പി കഥാപാത്രങ്ങളെ ആവാഹിച്ചു നടക്കുന്ന ജീവിക്കുന്ന കഥാപാത്രമാണ് ഇന്ന് സാക്ഷാൽ പിണറായി വിജയൻ. വരിക്കാശ്ശേരി മനയിലെ മംഗലശ്ശേരി നീലകണ്ഠൻ തമ്പുരാനാണ് താനെന്ന് പറഞ്ഞാണ് ഇന്ന് കോരംകുഞ്ഞ് നടക്കുന്നത്. ആ ആരാധന പിണറായി വിജയൻ ഇപ്പോഴും രഞ്ജിത്തിനോടുണ്ട് എന്നതിനുള്ള തെളിവാണ് കൊണ്ടിരുത്തി 2 കൊല്ലത്തിനുള്ളിൽ ഇത്രയും വിവാദങ്ങൾ ഉണ്ടാക്കിയിട്ടും എടുത്ത് പുറത്ത് കളയാത്തത്. 2022 രഞ്ജിത്ത് ചലച്ചിത്ര അക്കാദമിയുടെ അധ്യക്ഷ സ്ഥാനത്ത് വന്ന ആദ്യ വർഷം തന്നെ അദ്ദേഹത്തിന്റെ സകല വിലയും കളഞ്ഞ ഒരു സംഭവം ഉണ്ടായത് നിങ്ങൾ ഓർക്കുന്നുണ്ടാവും. സംസ്ഥാന ചലച്ചിത്ര പുരസ്കാര ചടങ്ങിൽ മികച്ച നടിയായി, ദേവാസുരം മുതൽ തന്റെ കളിക്കൂട്ടുകാരിയായി, നിഴൽ പോലെ ഉണ്ടായിരുന്ന തന്റെ ഭൂതകാലമെല്ലാം അറിയാവുന്ന നടിക്ക് ആ വർഷത്തെ മികച്ച നടിക്കുള്ള അവാർഡ് ഒപ്പിച്ചു കൊടുത്തു. അവാർഡ് നിർണയ കമ്മിറ്റി പ്രിലിമിനറി റൗണ്ടിൽ തന്നെ തള്ളിയ ആ ചിത്രം രഞ്ജിത്തിന്റെ ഒരൊറ്റ നിർദ്ദേശപ്രകാരം തിരിച്ചു വിളിച്ച് ആ ചിത്രത്തിലെ അഭിനയത്തിനാണ് കളിക്കൂട്ടുകാരിക്ക് അവാർഡ് ഒപ്പിച്ചു കൊടുത്തത്. അന്ന് പലരും ആ നടിയെ ഓർത്ത് ഇത് വലിയ വിവാദമാക്കിയില്ല. പിന്നീട് ഈ കഴിഞ്ഞ വർഷവും രഞ്ജിത്ത് ഇതേ പണിയുമായി പഴയ കീപ്പുകളുടെ റെക്കമെൻഡേഷനുമായി വന്നപ്പോൾ നട്ടലുള്ള ജൂറി അംഗങ്ങൾ ഓടിച്ചു. ഒരു സംവിധായകന്റെ ചിത്രം ഒഴിവാക്കണമെന്ന പരാമർശം ഇദ്ദേഹം നടത്തിയെന്ന പരാമർശവുമായി നേമം പുഷ്പരാജ് വന്നതൊന്നും ആരും മറക്കുവാനിടയില്ല. രഞ്ജിത്ത് അക്കാദമി ചെയർമാനായി ആദ്യ IFFKയിൽ അദ്ദേഹം മദ്യപിച്ച് ബോധമില്ലാതെ നടത്തിയ പരാക്രമങ്ങൾ നാം കണ്ടതാണ്. കുടിച്ച് ബോധമില്ലാതെ സ്ത്രീകളുടെ ഇടയിൽ കയറിയിരുന്ന രഞ്ജിത്തിനെ ഒരു വനിതാ ഡെലിഗേറ്റ് കൊന്നു കൊലവിളിച്ചത് അന്ന് സമൂഹ മാധ്യമങ്ങളിൽ വൈറലായിരുന്നു. ടാഗോർ തിയേറ്ററിൽ മദ്യപിച്ച് ചോര
ഛർദ്ദിച്ചു കിടന്ന രഞ്ജിത്തിനെ അക്കാദമി സ്റ്റാഫ് അംഗങ്ങളാണ് എടുത്ത് ആശുപത്രിയിൽ കൊണ്ടുപോയത്. കുടിച്ച് ലിവർ സിറോട്ടിക്കായി വേച്ചു നടന്ന് രഞ്ജിത്ത് ഇത്തവണ കാട്ടിക്കൂട്ടിയ പേക്കൂത്ത് നാം കണ്ടതാണ്. ഭീമൻ രഘുവിനെ കളിയാക്കി, ഡോക്ടർ ബിജുവിനെ അധിക്ഷേപിച്ചു. ഇയാൾ കുടിച്ച് വെളിവില്ലാതെ നടന്നപ്പോൾ മേള വിജയിപ്പിക്കുവാൻ രാപകൽ ഓടി നടന്ന അക്കാദമി ജീവനക്കാരെയും കൗൺസിൽ അംഗങ്ങളെയും വരെ അധിക്ഷേപിച്ചു. അപ്പോഴെല്ലാം അവർ ഇയാളെ കൈവെക്കാതെ വിട്ടത് അവർ മലയാള സിനിമയെ സ്നേഹിക്കുന്നത് കൊണ്ട് മാത്രമാണ്. ഈ പ്രശ്നങ്ങൾ ഉണ്ടാക്കിയതെല്ലാം രഞ്ജിത്തല്ല, രഞ്ജിത്ത് അകത്താക്കിയ ജവാനും OCR-ഉം OPR-ഉം ഒക്കെയാണെന്ന് അവർ തിരിച്ചറിഞ്ഞു. രഞ്ജിത്ത് കഥയും തിരക്കഥയും എഴുതി സംവിധാനം ചെയ്ത സ്പിരിറ്റ് എന്ന സിനിമയിൽ നന്ദു അഭിനയിച്ച് തകർത്ത കുടിയനായ പ്ലംബർ മണിയുടെ റോൾ ഇന്ന് ജീവിതത്തിൽ രഞ്ജിത്ത് യാഥാർത്ഥ്യമാക്കുന്ന രംഗമാണ് നാം ഇന്ന് കണ്ടുകൊണ്ടിരിക്കുന്നത്. നന്ദുവിന്റെ കുടിയൻ മണിയുടെ ആ അഭിനയം കണ്ട് പ്രേക്ഷകർ എഴുന്നേറ്റ് നിന്ന് കൈയടിച്ചപ്പോൾ കഴിഞ്ഞ ദിവസത്തെ കുടിയൻ രഞ്ജിത്തിന്റെ IFFK വേദിയിലെ ജീവിതാഭിനയത്തെ എങ്ങനെയാണ് പ്രേക്ഷകർ സ്വീകരിച്ചത് എന്ന് കാണുക. ചെയർമാനും ഫെസ്റ്റിവൽ ഡയറക്ടറുമായ ശ്രീ രഞ്ജിത്തിനെ ആദരപൂർവ്വം ക്ഷണിക്കുന്നു. വേദിയിലെയും സദസ്സിലെയും ബഹുമാന്യരെ, അടിച്ചു കുമ്പുപാടിയെങ്കിലും എവിടെയോ ഒരു ഡയറക്ടോറിയൽ ബ്രില്യൻസ് ഉള്ളതുകൊണ്ടാവാം നാട്ടുകാർ കൂവി ഓടിക്കുവാൻ നോക്കിയപ്പോൾ അദ്ദേഹം പ്രാണരക്ഷാർത്ഥം ഒരു അടവിറക്കി. പരിപാടിയുടെ വിജയത്തിന്റെ എല്ലാ ക്രെഡിറ്റും അക്കാദമി ജീവനക്കാർക്ക് നൽകി അവരെ വേദിയുടെ മുന്നിലേക്ക് വിളിച്ച് ഒരു ലീഡറാകുവാൻ ശ്രമിച്ചു. ആ കൂട്ടത്തിൽ അക്കാദമി സെക്രട്ടറിയെയും വൈസ് ചെയർമാൻ പ്രേംകുമാറിനെയും വരെ പിടിച്ചു നിർത്തി. അവർ വന്നു നിന്നതും ഇനി പോയി ബാക്കി പണി ചെയ്തോളാൻ മാടമ്പി സ്റ്റൈലിൽ ഒരു മറുപടിയും. ചലച്ചിത്ര അക്കാദമിയുടെ ചാലക ശക്തി എന്നതിനെ വിശേഷിപ്പിക്കേണ്ട ഞങ്ങളുടെ സെക്രട്ടറി ശ്രീ അജോയ് ചന്ദ്രൻ, നമ്മുടെ പ്രിയങ്കരനായ നമ്മുടെ വൈസ് ചെയർമാൻ ശ്രീ പ്രേംകുമാർ, തിരിച്ചു പോയിക്കോളൂ, ഇനി ജോലികൾ ബാക്കിയുണ്ട്. നന്ദി. രഞ്ജിത്തിന് തന്നെ താൻ പുറന്തള്ളപ്പെട്ടു എന്നൊരു ബോധമുണ്ടായത് കൊണ്ടാവാം സ്റ്റേജിന്റെ ഒരു കോണിൽ മാറി ഇരിക്കുകയായിരുന്നു. കേട്ട കൂവലിന്റെ ക്ഷീണം കൊണ്ടാവാം ആളാകെ ഇന്നലെ മൂഡ് ഓഫ് ആയിരുന്നു. IFFK-യുമായി ബന്ധപ്പെട്ട യാതൊരു കാര്യങ്ങളിലും രഞ്ജിത്തിന്റെ കാര്യമായ ഇൻവോൾവ്മെന്റ് ഉണ്ടായിരുന്നില്ല. മേളയുടെ 7 ദിവസം വന്ന് ആള് കളിച്ചിരുന്നു. കുറെ പേരെ ചീത്ത വിളിച്ചു, അത്ര തന്നെ. ഭീമപ്പള്ളിയിൽ വ്യാജ സീഡ് വിറ്റുകൊണ്ട് നടന്നവനെ വിദേശ സിനിമകൾ തിരഞ്ഞെടുക്കുന്ന ആർട്ടിസ്റ്റിക് ഡയറക്ടറാക്കിയത് ഇയാളോട് സകല റിലേയും അടിച്ചുപോയി എന്നതിന് തെളിവാണ്. ഇനിയും അടിച്ചാൽ ചോര ഛർദ്ദിച്ച് ചാകും എന്ന് ഡോക്ടർമാർ മുന്നറിയിപ്പ് കൊടുത്ത രഞ്ജിത്തിന് ടാഗോർ തിയേറ്ററിൽ മണമില്ലാത്ത ജിന്നൊഴിച്ചു കൊടുത്ത ചലച്ചിത്ര അക്കാദമി സ്റ്റാഫ് അംഗങ്ങൾ ആരൊക്കെയാണ്? അവർ ഒഴിച്ചു കൊടുത്ത ആ ജിന്നാണ് ഡോക്ടർ ബിജുവിനെ അപമാനിച്ചത്, ഭീമൻ രഘുവിനെ പരിഹസിച്ചത്. അല്ലാതെ രഞ്ജിത്ത് സ്വബോധത്താൽ ചെയ്തതല്ല അതൊന്നും. അക്കാദമി ചെയർമാന് മണമില്ലാത്ത സാധനം ഒഴിച്ചു കൊടുത്ത് കിടത്തിക്കളഞ്ഞ ആ സ്റ്റാഫുകളുടെ ആത്മാർത്ഥത നാം കാണാതെ പോകരുത്. അതുകൊണ്ട് രഞ്ജിത്തെ സ്നേഹത്തോടെ ബഹുമാനത്തോടെ പറയുകയാണ്, നല്ല സിനിമകളിലൂടെ താങ്കൾ നേടിയ ആ വില കളയരുത്. സ്വരം നന്നായിരിക്കുമ്പോൾ പാട്ട് നിർത്തണം എന്ന് പറയുന്നത് പോലെ താങ്കൾക്ക് ഈ പദവിയിൽ ശോഭിക്കുവാൻ കഴിയില്ല എന്ന് നിങ്ങൾക്ക് തന്നെ മനസ്സിലായി കാണുമല്ലോ. അതുകൊണ്ട് പിടിച്ചിറക്കി വിടുന്നതിന് മുമ്പ് ഇറങ്ങിപ്പോകുന്നതല്ലേ നല്ലത് എന്ന് ആലോചിക്കുക, പ്രവർത്തിക്കുക. i2i ന്യൂസ് സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലാത്തവർ ഇപ്പോൾ തന്നെ സബ്സ്ക്രൈബ് ചെയ്യുക. നോട്ടിഫിക്കേഷൻ ലഭിക്കുവാൻ ബെൽ ബട്ടണും അമർത്തുക.